ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ ഞാൻ ഇങ്ങോട്ട് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിലല്ലേ, അവിടെ മുറ്റത്തൂടെ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പുള്ളിക്കാർ നട്ടു വെച്ച ചെടികളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അവളിങ്ങനെ പ്ലാന്റേഴ്സൊക്കെ ഉണ്ടാക്കും കേട്ടോ. ആളൊരു DIYയുടെ ആളാണ്. ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത് കാണാനൊക്കെ. എനിക്ക് പിന്നെ യാതൊരു കലയില്ലല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കുറേ സെൽഫിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി. ഇതായിരുന്നു രാവിലത്തെ പരിപാടി. പിന്നെ കുഞ്ഞിനന്ന് പരീക്ഷ ഉണ്ടായിരുന്നു, കുഞ്ഞിന് GK ആയിരുന്നു. അപ്പോൾ ചേച്ചി അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസൊക്കെ നടക്കും ആൻസേഴ്സൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരണം അവളെ സ്കൂളിലും കൊണ്ടുവരണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അത് പുള്ളിക്കാരിക്ക് മസ്റ്റാണ്. അല്ലെങ്കിൽ അവിടെ കടന്ന് കരഞ്ഞ് മെഴുകുവങ്ങ്. പിന്നെ അവൾക്ക് ഞാൻ വണ്ടി എടുത്ത് എപ്പോഴും വണ്ടിയുടെ പുറകിൽ കയറണമെന്നാണ്. പക്ഷേ ചേച്ചി സമ്മതിക്കത്തില്ല. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസിൽ അവൾക്ക് അത്രയും വിശ്വാസമുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലൊക്കെ കയറ്റി അവൾ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഇറക്കമാണല്ലോ, അപ്പം ഞാൻ ഇച്ചിരി പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടു. പരീക്ഷയല്ലായിരുന്നു കുഞ്ഞിന്. അപ്പം സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് അപ്പോൾ എൻ്റെ ഫോൺ ചേച്ചിയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അവൾ അവിടെ കുറച്ച് പൂക്കളുടെ ഭംഗിയൊക്കെ കേട്ടോ വീഡിയോ ഒക്കെ പിടിച്ചേക്കുക. ഇനി ഞാൻ തിരിച്ച് വന്നു കണ്ടോ. തിരിച്ച് വന്നത് എന്ത് രസമുണ്ട് എൻ്റെ ഡ്രൈവിങ്. കാല് കുത്തി തഴിഞ്ഞ് വരുന്നു ഞാൻ. വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ ബിസ്ക്കറ്റ് ഡബ്ബ തുറക്കാൻ നോക്കുക. അവൾ തുറക്കാതിരിക്കാനായിരുന്നു തോന്നുന്നു. പുള്ളിക്കൊരു ഭയങ്കര കട്ടിയായിട്ട് അടച്ചു വെച്ചോ കേട്ടോ. ഞാൻ പണി 18 നോക്കിയിട്ട് തുറന്നു നിന്നിട്ട് ആക്രാന്തി ബിസ്ക്കറ്റ് എടുത്ത് തിന്നുന്ന എക്സ്പ്രഷൻസ്. അയ്യോ പാവം ഞാൻ. ഓക്കെ ബൈ.